നമസ്കാരം ആർട്ടി. ഇന്ന് 2026 ഫെബ്രുവരി 22, ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. ലാൻഡിനോയിലെ ഒരു മനോഹരമായ ഞായറാഴ്ച. ഈ വഴികളും കാഴ്ചകളും എപ്പോഴെങ്കിലും മറന്നുപോയാലോ എന്ന് കരുതിയാണ് ഞാൻ ക്യാമറ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. പതിവ് പോലെ വെസ്റ്റ് ഷോറിൽ നിന്നാണ് നടത്തം തുടങ്ങുന്നത്. വേലിയേറ്റം കാരണം കടൽ നല്ല പോലെ കരയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ആ തണുത്ത കാറ്റിൽ ഗേറ്റ് സർഫേഴ്സ് പറന്നു നടക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ്. നീന്തൽ അറിയില്ലെങ്കിലും അടുത്ത പ്രാവശ്യം പോയിട്ട് ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചു. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഓൾഫ്രൈ ഗാർഡനിലേക്കാണ്. ഗ്രേറ്റ് ഹോമിന്റെ സ്ലോപ്പിൽ മനോഹരമായി ഉണ്ടാക്കി വെച്ച ഒരു ഗാർഡൻ. 1870കളിലാണ് അത്ര അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവിടുന്ന് വേണം നമുക്ക് മേലെ ഗ്രേറ്റ് ഹോമിന്റെ ഏറ്റവും മുകളിലേക്ക് എത്താൻ. വെസ്റ്റ് ഷോറിൽ നിന്ന് ഈ ഗാർഡന്റെ മുകൾ വശം വരെയുള്ള യാത്ര മനോഹരമായിരുന്നു, വളരെ സ്മൂത്ത് ആയിരുന്നു. അവിടുന്ന് ഈ ഗ്രേറ്റ് ഹോമിന്റെ ഈ മലയുടെ ഏറ്റവും മുകളിലേക്കുള്ള ഒരു സിക്സ് ആക്ക് പാത്ത് ഉണ്ട്. അത് ശരിക്കും കഥപ്പിച്ചു. എന്നാൽ ഒരു ഗുണമുണ്ട്, എന്റെ അന്നത്തെ ഫിറ്റ്നസ് ടാർഗറ്റ് ഏതാണ്ട് അറൌണ്ട് 9000 സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതൊരു അച്ചീവ്മെന്റ്. മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ച വാവ്! ഈ കയറ്റത്തിന്റെ ക്ഷീണം മുഴുവൻ അങ്ങോട്ട് മാറി. ഈ കുന്നിനെ ഗ്രേറ്റ് ഹോം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആർട്ടിക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. പണ്ട് വൈക്കിങ്സ് കടലിലൂടെ ഇവരെ കീഴടക്കാൻ വന്നപ്പോ കടലിൽ നോക്കിയപ്പോ ഏതോ മഞ്ഞു മൂടി കിടക്കണ ഒരു മലയും വലിയൊരു പാമ്പിന്റെ തല പൊങ്ങി നിൽക്കണ പോലെ തോന്നിയിട്ട് അവർ പേടിച്ച് തിരിച്ചുപോയി എന്നൊക്കെ പറയുന്നു. ഐതിഹ്യങ്ങളാണ്, ഹിസ്റ്ററി. എന്തായാലും അതുകൊണ്ടാണ് ഗ്രേറ്റ് ഹോം എന്നുള്ള പേര് ഈ കുന്നിന് കിട്ടിയത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ലാൻഡിനോ വളരെ മനോഹരിയായിട്ടുണ്ടായിരുന്നു. ടൗണിലെ 2 ബീച്ചസ് ഒറ്റ വ്യൂവിൽ നിന്ന് കാണാൻ പറ്റും. എല്ലാറ്റിനും ഉപരി ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നുന്നത് വേറൊരു കാര്യമാണ്. ഞാൻ ആ മലമുകളിൽ നിൽക്കുമ്പോൾ താഴെ ഞങ്ങൾ താമസിച്ച വീട്ടിൽ നിന്ന് സുമിക്കും ഭാനുവിനും എന്നെ വളരെ ചെറിയൊരു പൊട്ടുപോലെ കാണാൻ കഴിഞ്ഞിരുന്നു. ഭാവിയിൽ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നഗരവും ഈ കാറ്റും എന്നെ താഴെ നോക്കി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരും ഇതൊക്കെയായിരിക്കും എന്റെ മനോഹരമായ ഓർമ്മ.